നമസ്കാരം. ചില വീടുകളുടെ ഗേറ്റിന് മുന്നിൽ ഒരു വാചകം എഴുതി വച്ചിരിക്കുന്നത് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. നായയുണ്ട് സൂക്ഷിക്കുക. ചിലയിടങ്ങളിൽ അതിൽ പട്ടിയുണ്ട് സൂക്ഷിക്കുക. അതായത് ആരെങ്കിലും അനധികൃതമായി ഗേറ്റ് തള്ളി തുറന്ന് അകത്ത് കടക്കുകയാണെങ്കിൽ അപകടമുണ്ട്, ഇവിടെ നായുണ്ട്, അത് നിങ്ങളെ ആക്രമിച്ചേക്കാം എന്ന മുന്നറിയിപ്പ് നൽകുന്ന തരത്തിൽ ഒരു ബോർഡ് മിക്കവാറും വീടുകളുടെ ഗേറ്റിൽ സ്ഥാപിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെയാണ് ഇന്നലെയും ഇന്നും തിരുവനന്തപുരത്ത് നഗരത്തിൽ സർവീസ് നടത്തുന്ന KSRTC ബസ്സുകളുടെ മുൻപിൽ ഒരു വർണ്ണ പോസ്റ്റർ പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മേയറുണ്ട് സൂക്ഷിക്കുക. ഇതായിരുന്നു ആ പോസ്റ്ററിലെ ആശയം. അതായത് മേയറുണ്ട് സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ KSRTC വണ്ടി ഓടുന്ന വീഥിയിൽ എവിടെയെങ്കിലും മേയർ ഉണ്ടാകാം, അതുകൊണ്ട് ഡ്രൈവർ സൂക്ഷിക്കുക എന്ന അർത്ഥത്തിൽ തന്നെയാണ് ഈ പോസ്റ്റർ പതിപ്പിച്ചിരിക്കുന്നത്. ഏറെ കൗതുകകരമായ ഒരു പോസ്റ്ററായിരുന്നു, ഒരു ട്രിപ്പായിരുന്നു. ഇന്നും ഇന്നലെയുമായി തിരുവനന്തപുരം സിറ്റിയിൽ സർവീസ് നടത്തുന്ന KSRTC ബസ്സുകളുടെ മുൻവശത്തുള്ള ചില്ലിലും പുറകുവശത്തുള്ള ചില്ലിലുമെല്ലാം ഇത് പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതിന് KSRTC ജീവനക്കാരുമായി യാതൊരു ബന്ധമില്ല എന്ന് എടുത്തു പറയട്ടെ. യൂത്ത് കോൺഗ്രസ്സുകാർ മേയർക്കെതിരെ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിന്റെ ഭാഗമായി ഓരോ KSRTC ബസ്സുകളുടെയും, പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഓടുന്ന KSRTC ബസ്സിന്റെ മുൻവശത്ത് പതിച്ചു വെച്ച പോസ്റ്ററുകളാണ് നമ്മൾ കണ്ടത്. ഇത്തരത്തിൽ അല്ലാതെ പിന്നെ എങ്ങനെയാണ് സാക്ഷര കേരളം ഇതിനോട് പ്രതികരിക്കുക എന്നാണ് യൂത്ത് കോൺഗ്രസ്സുകാരും പറഞ്ഞത്. സാക്ഷരതയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കേരളത്തിൽ ഇതുപോലെ വിവരക്കേട് കാണിക്കുന്ന ഒരു മേയറും MLAയും ഇത് നടാടെയാണ് കാണാൻ സാധിക്കുന്നത്. ഇനി അങ്ങോട്ടുണ്ടാകുമോ എന്നറിയില്ല. ഒരുപക്ഷെ ഇവരുടെ ഈ സച്ചിൻ ദേവ് എന്ന MLAയുടെയും ആര്യ രാജേന്ദ്രൻ എന്ന മേയറുടെയും ഈ അനുഭവത്തിൽ നിന്ന് ആർജവം ഉൾക്കൊണ്ടിട്ട് ഇനി വരുന്ന നാളുകളിൽ ഏതെങ്കിലും ഇടതുപക്ഷത്തിൻ്റെ MLAയോ അഥവാ മേയറോ ഇങ്ങനെ കാണിച്ചാൽ ഒരുപക്ഷെ വീണ്ടും ഇവർക്കൊരു പിൻഗാമി ഉണ്ടാകാം. എന്നല്ലാതെ തലയ്ക്ക് വെളിവുള്ള സാക്ഷരരായ ആരും തന്നെ ഇത്തരത്തിൽ ഒരു കുറ്റകൃത്യം ചെയ്യില്ല എന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസ്സുകാർ പറയുന്നത്. യദു എന്ന KSRTC ഡ്രൈവർ ലൈംഗിക ചേഷ്ടകൾ കാണിച്ചുകൊണ്ട് ആര്യ രാജേന്ദ്രൻ എന്ന മേയറെ പ്രകോപിപ്പിച്ചത് കൊണ്ടാണ് അവർ അത്തരത്തിൽ പെരുമാറിയത് എന്നാണ് ഇപ്പോൾ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായ MB ഗോവിന്ദനും ഇടതുപക്ഷത്തിന്റെ MP ആയ AA റഹീമും DYFIയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള എല്ലാ ഇടതുപക്ഷ ചിന്താഗതിക്കാരും ഒരേ സ്വരത്തിൽ ഡ്രൈവറെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നത്. സ്ത്രീത്വത്തിന് നേരെ അപകീർത്തികരമായ ഒരു ചേഷ്ടയാണ് യദു എന്ന ഡ്രൈവർ കാണിച്ചത്. അതുകൊണ്ടാണ് ആര്യ രാജേന്ദ്രൻ എന്ന സ്ത്രീ ഈ കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് വേണ്ടി പൊട്ടിത്തെറിച്ചത് എന്നൊക്കെയാണ് ഇപ്പോൾ ഇടതുപക്ഷക്കാർ പറയുന്നത്. എന്നാൽ ഈ ആര്യ രാജേന്ദ്രനെതിരെ കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ സ്ത്രീ ജനങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെ ജലപീരങ്കി ഉപയോഗിച്ച് പോലീസുകാർ അതിക്രൂരമായി മർദ്ദിച്ചപ്പോഴൊന്നും സ്ത്രീ സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുന്ന നിലപാടുകളൊന്നും ആര്യ രാജേന്ദ്രന്റെ ഭാഗത്തു നിന്നും കണ്ടില്ലല്ലോ എന്നാണ് ഇപ്പോൾ മഹിളാ കോൺഗ്രസ്സുകാരടക്കമുള്ള കേരളത്തിലെ വനിതകൾ പ്രതികരിക്കുന്നത്. അപ്പോൾ ആശാന് അടിപ്പിലും ആകാ എന്നുള്ള ഒരു തത്വം തന്നെയാണ് ആര്യയും CPMന്റെ സമുന്നതരായ നേതാക്കളും ഉൾപ്പെടെയുള്ള ഈ ഇടതുപക്ഷത്തിന്റെ വക്താക്കൾ കാണിക്കുന്നത് എന്നാണ് ഇപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ ചുവന്ന കാറ് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ഓടി ഒളിക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു കമന്റ്. ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് MLAയും അന്ന് സഞ്ചരിച്ചിരുന്ന കാർ ഒരു ചുവന്ന നിറത്തിലുള്ള കാർ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം ചുവന്ന കാറ് കണ്ടാൽ ജനം ഓടി ഒളിക്കുന്നു എന്ന തരത്തിലുള്ള പോസ്റ്ററുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ പ്രസിഡന്റിന്റെ വാഹന വ്യൂഹത്തിലേക്ക് കാർ ഓടിച്ചു കയറ്റുവാൻ ചങ്കുറ്റം കാണിച്ച, അല്ലെങ്കിൽ അത്രത്തോളം അസഹിഷ്ണുതാപരമായ ഒരു നീക്കം നടത്തിയ മേയർ ആര്യ രാജേന്ദ്രൻ പിന്നെ എങ്ങനെയാണ് KSRTC ബസ്സിനെ മറികടക്കാതിരിക്കുന്നത് എന്നാണ് പലരും എടുത്തു ചോദിക്കുന്നത്. പ്രസിഡന്റിന്റെ വാഹന വ്യൂഹത്തിലേക്ക് പോലും തലയ്ക്ക് വെളിവില്ലാതെ വണ്ടി ഓടിച്ച് കയറ്റുവാൻ ശ്രമിച്ച ആര്യ രാജേന്ദ്രൻ എന്ന മേയറിൽ നിന്നും ഇതിൽ കൂടുതലൊന്നും നീതിയുക്തമായ ഒരു പ്രവൃത്തിയും പ്രതീക്ഷിക്കേണ്ട എന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള ആളുകളും അവർക്കെതിരെ നിരന്തരം പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ KSRTCയുടെ ഭാഗത്തു നിന്നും ഈ കാര്യത്തിൽ കണ്ണടയ്ക്കുന്ന നടപടികളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. പൊതുഗതാഗത വകുപ്പ് മന്ത്രിയായി KB ഗണേഷ് കുമാർ വീണ്ടും അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ KSRTCയിൽ സമൂലമായ പല മാറ്റങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു.
കൃത്യമായി എല്ലാവരും ജോലി ചെയ്തു കഴിഞ്ഞാൽ അനാവശ്യമായ യൂണിയൻ ഇടപെടലുകളെല്ലാം മാറ്റിവെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ആത്മാർത്ഥതയോടെ ഒത്തൊരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും 1-ാം തീയതി തന്നെ ശമ്പളം കിട്ടുവാനുള്ള മാർഗങ്ങൾ നമുക്ക് ഉണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് KB ഗണേഷ് കുമാർ KSRTCയുടെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് സംസാരിച്ചത്. എന്നാൽ അത്രത്തോളം നീതിയുക്തമായ രീതിയിൽ KSRTCയെ നയിക്കണം എന്ന ചിന്താഗതിയുള്ള KB ഗണേഷ് കുമാറും ഇക്കാര്യത്തിൽ ഇപ്പോൾ കണ്ണടയ്ക്കുന്നുവോ എന്നാണ് പലരും എടുത്തു ചോദിക്കുന്നത്. KSRTCയിൽ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന യാത്രക്കാരെ ബലം പ്രയോഗിച്ച് പെരുവഴിയിൽ ഇറക്കി വിട്ടു. KSRTCക്ക് ട്രിപ്പ് മുടങ്ങിയതിലൂടെ വൻ സാമ്പത്തിക നഷ്ടമുണ്ടാക്കി. KSRTCയുടെ ജീവനക്കാരനായ ഡ്രൈവറെ അദ്ദേഹത്തിന്റെ കൃത്യനിർവഹണത്തിന് തടസ്സം വരുന്ന രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, വഴിയിൽ തടഞ്ഞു, അദ്ദേഹത്തെ ചോദ്യം ചെയ്തു എന്നിങ്ങനെയുള്ള നിരവധി കുറ്റങ്ങൾ ചെയ്ത ആര്യ രാജേന്ദ്രൻ എന്ന CPMന്റെ മേയറിനും സച്ചിൻ ദേവ് എന്ന CPM MLAക്കുമെതിരെ എന്തുകൊണ്ടാണ് KSRTC ഒരു കേസ് പോലും കൊടുക്കാതിരുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനു പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്നത് പിണറായി വിജയൻ എന്ന CPMന്റെ മുഖ്യമന്ത്രിയും പിണറായി വിജയൻ എന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയും തന്നെയാണ് എന്നാണ് നിഷ്പക്ഷമതികളായ ആളുകളെല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. തൻ്റെ കുടുംബം പോറ്റുവാൻ വേണ്ടി ദിവസം 700 രൂപ കൂലിക്കോ അല്ലെങ്കിൽ 750 രൂപയ്ക്ക് സാധാരണ താൽക്കാലിക ജീവനക്കാരനായി കയറിയ ഒരാൾ ഒരു ദിവസം ഉച്ചയ്ക്ക് ബസ്സിൽ കയറിയിട്ട് പിറ്റേ ദിവസം രാത്രി ഏതാണ്ട് 8-9 മണിയോടടുത്ത് വരെ തുടർച്ചയായി ജോലി ചെയ്യുന്ന ഒരാളുടെ മാനസിക വികാരം പോലും മനസ്സിലാക്കാതെ തൊഴിലാളി വർഗത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് നാഴികയ്ക്ക് 40 വട്ടം ഘോരം പ്രസംഗിക്കുന്ന തൊഴിലാളി വർഗ പാർട്ടിയുടെ MLAയും മേയറുമാണ് ഇതുപോലെ ഒരു തൊഴിലാളിയെ വഴിയിൽ തടഞ്ഞു നിർത്തി അദ്ദേഹത്തിൻ്റെ കൃത്യനിർവഹണത്തിന് ഉതകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ നടു റോട്ടിൽ ഇത്തരത്തിൽ ഒരു സീൻ ഉണ്ടാക്കിയത് എന്നാണ് എടുത്തു പറയേണ്ടത്. ഈ സംഭവം കഴിഞ്ഞ് 4 ദിവസമായിട്ടും എന്തുകൊണ്ടാണ് സച്ചിൻ ദേവിനോ അല്ലെങ്കിൽ ആര്യ രാജേന്ദ്രനോ എതിരായി പോലീസ് യദു കൊടുത്ത കേസിൽ ഒരു നടപടി പോലും കൈക്കൊള്ളാതിരുന്നത്? യദുവിനെ ഓൺ ദ സ്പോട്ടിൽ തന്നെ പോലീസ് പാഞ്ഞെത്തി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ 12 മണിക്കൂർ നേരം ഇരുത്തി. 12 മണിക്കൂറിന് ശേഷമാണ് യദുവിന് ജാമ്യം പോലും കൊടുത്തത്. എന്നാൽ യദു ആര്യ രാജേന്ദ്രനും MLA സച്ചിൻ ദേവിനും എതിരെ കൊടുത്ത പരാതിയിൽ പോലീസ് യാതൊരു നടപടിയും കൈക്കൊള്ളാതെ ഇപ്പോഴും ആ പരാതിക്ക് മേൽ പേപ്പർ വെയിറ്റ് കയറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. പൊതുജനത്തിന്റെ സേവകരാണ് തങ്ങൾ എന്നാണ് പൊതുപ്രവർത്തകർ എപ്പോഴും പറയാറുള്ളത്. തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ ഞങ്ങൾ നിങ്ങളെ സേവിക്കാൻ വരുന്നു എന്ന അർത്ഥത്തിൽ മുതുക് വളച്ച് കൈകൂപ്പി സാധാരണക്കാരൻ്റെ വോട്ട് കിട്ടുവാൻ വേണ്ടി എളിമയുള്ളവരായി നടിക്കുന്ന ഇവരെല്ലാവരും തെരഞ്ഞെടുക്കപ്പെട്ട അധികാര കേന്ദ്രങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളുടെ മുകളിൽ കുതിര കയറുന്ന നടപടിക്രമങ്ങളാണ് കാണാൻ സാധിക്കുന്നത് എന്ന് തന്നെയാണ് ഈ വിഷയങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം എമ്പാടും വന്നുകൊണ്ടിരിക്കുന്ന കമന്റുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വോട്ട് കിട്ടുവാൻ വേണ്ടി സാധാരണക്കാരൻ്റെ അടുക്കൽ നിന്നുകൊണ്ട് വിനയാന്വിതരായി എളിമയുള്ളവരായി നടിക്കുന്ന ഇവരെല്ലാവരും തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇവരുടെ യഥാർത്ഥ രൂപം പുറത്തെടുക്കുന്ന രീതി തന്നെയാണ് ഈ സംഭവത്തിലൂടെ വെളിവായിരിക്കുന്നത് എന്നാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആളുകൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഇപ്പോൾ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പോലീസ് ഈ വിഷയത്തിൽ എന്ത് നടപടിക്രമങ്ങളാണ് കൈക്കൊണ്ടിരിക്കുന്നത് എന്നറിയുവാൻ വേണ്ടി എല്ലാവരും ആകാംക്ഷയോട് കൂടി തന്നെയാണ് ഓരോ പോസ്റ്റും ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അധികാരമുള്ളവൻ, കയ്യൂക്കുള്ളവൻ, കാര്യക്കാരൻ എന്ന രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് MLAക്കെതിരെ അല്ലെങ്കിൽ മേയർ ആര്യക്കെതിരെ യാതൊരു തരത്തിലുള്ള നിയമ നടപടികളും കൈക്കൊള്ളുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. യദു പരാതി കൊടുത്തിട്ട് 4 ദിവസം കഴിഞ്ഞിരിക്കുന്നു, സംഭവം കഴിഞ്ഞിട്ട് 4 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ അധികാരവർഗത്തോട് കളിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ മുട്ടൻ പണി കിട്ടും, നിങ്ങൾക്ക് സൂക്ഷിച്ചോ, ഇത് തന്നെയായിരിക്കും ഓരോരുത്തരുടെയും ഗതി എന്നൊരു സന്ദേശമാണ് സച്ചിൻ ദേവിൻ്റെയും മേയർ ആര്യ രാജേന്ദ്രൻ്റെയും പെരുമാറ്റത്തിലൂടെ എല്ലാവരും മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ പൊതുജനത്തിനുള്ള ഏറ്റവും വലിയ സന്ദേശം തന്നെയാണ് CPMും സച്ചിൻ ദേവ് MLAയും ആര്യ രാജേന്ദ്രനും ഈ പ്രവൃത്തിയിലൂടെ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഈ വിഷയം ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നു. MLAയും ആര്യ രാജേന്ദ്രനും ഗുരുതരമായ കൃത്യവിലോപം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. പൊതുപ്രവർത്തകർ എന്ന രീതിയിൽ, നിയമം അനുശാസിക്കുന്ന രീതിയിൽ ഒരു തരത്തിലുള്ള പ്രവൃത്തിയും ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. മാത്രമല്ല നിയമലംഘനങ്ങളാണ് നടത്തിയിരിക്കുന്നത്. KSRTC ബസ്സിൻ്റെ ട്രിപ്പ് മുടക്കിയിരിക്കുന്നു. അതിൽ യാത്ര ചെയ്തിരുന്ന ആളുകളെ ബലം പ്രയോഗിച്ച് നടുറോട്ടിൽ രാത്രി പെരുവഴിയിൽ ഇറക്കി വിട്ടിരിക്കുന്നു. ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് ബസ്സിൻ്റെ ട്രിപ്പ് മുടക്കി സീബ്ര ലൈൻ
ക്രോസ് ചെയ്ത് KSRTC വാഹനത്തിന്റെ മുന്നിൽ ഇവരുടെ കാർ കൊണ്ടുവന്നിട്ടു പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഗതാഗത തടസ്സം സൃഷ്ടിച്ചു എന്നുള്ള നിരവധി കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ഈ ഭരണതലത്തിലിരിക്കുന്ന ആളുകൾക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനോ അഥവാ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ യാതൊരു നടപടിയും കൈക്കൊള്ളാത്തത് എന്താണ് എന്ന് തന്നെയാണ് ഇപ്പോൾ ജനങ്ങൾ ചോദിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ വിഷയത്തിൽ KB ഗണേഷ് കുമാർ അന്വേഷണം പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തി കുറ്റക്കാരെ മാതൃകാപരമായി തന്നെ ശിക്ഷിക്കും എന്നുള്ള ഒരു തരത്തിൽ തന്നെയാണ് KB ഗണേഷ് കുമാർ അഭിപ്രായപ്പെട്ടത് എന്നാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും പരസ്യ പ്രതികരണമൊന്നും ഇതുവരെ ഗണേഷ് കുമാറിൽ നിന്നുണ്ടായിട്ടില്ല. ഇനി ഗതാഗത വകുപ്പ് മന്ത്രിയിൽ നിന്നാണ് ഏതെങ്കിലും തരത്തിൽ നീതി കിട്ടുകയാണെങ്കിൽ യദു എന്ന ഡ്രൈവറിന് കിട്ടാൻ സാധ്യതയുള്ളൂ എന്ന് തന്നെയാണ് കേരളം ഇപ്പോൾ പ്രതികരിക്കുന്നതും കാത്തിരിക്കുന്നതും. അത് തന്നെ എന്താണ് ഈ വിഷയത്തിൽ സംഭവിക്കുക എന്നുള്ളത് അറിയാൻ വേണ്ടി നമുക്കും കാത്തിരിക്കാം.